എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 56-ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. 55-ാമത്തെ സർഗം പറഞ്ഞു നിർത്തിയത് വസിഷ്ഠൻ ഏറ്റവും ക്രുദ്ധനായിട്ട് വിശ്വാമിത്രൻ്റെ സമീപത്തേക്ക് യമദണ്ഡ് പോലെയുള്ള ഒരു ദണ്ഡം, കാലദണ്ഡം, അത് ബ്രഹ്മദണ്ഡമാണ്, അതും പിടിച്ചുകൊണ്ട് വിശ്വാമിത്രനെ ആക്രമിക്കാനായി ഒരുങ്ങിക്കൊണ്ട് അത് പിടിച്ചുകൊണ്ട് ചെന്നു എന്നാണ്. അതിനുശേഷം എന്താണ് അവർ തമ്മിലുണ്ടായ യുദ്ധം എന്നുള്ളത് വർണ്ണിക്കുകയാണ്. നമുക്കാദ്യം 1-ാമത്തെ ശ്ലോകം നോക്കാം. ഏവമുക്തോ വസിഷ്ഠേന വിശ്വാമിത്രോ മഹാബല ആഗ്നേയമസ്ത്രമുത്ക്ഷിപ്യ തിഷ്ഠതിഷ്ഠേതി ചാബ്രവീത്. വസിഷ്ഠൻ്റെ കയ്യിൽ ദണ്ഡാണുള്ളത്. വിശ്വാമിത്രൻ ധാരാളം വിവിധ തരത്തിലുള്ളതായ അസ്ത്രങ്ങൾ അതൊക്കെ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഈ യമദണ്ഡം പോലെയുള്ളതായ ബ്രഹ്മദണ്ഡവും എടുത്തുകൊണ്ട് വസിഷ്ഠൻ വിശ്വാമിത്രൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ, അതാണ് ഏവമുക്ത വസിഷ്ഠേന വിശ്വാമിത്രോ മഹാബല. ഏവം വസിഷ്ഠേന ഉക്ത, ഇപ്രകാരം വസിഷ്ഠനാൽ പറയപ്പെട്ടവനായ മഹാബലശാലിയായിട്ടുള്ള വിശ്വാമിത്രൻ ഉടനെ തന്നെ എന്തു പറഞ്ഞു? ആഗ്നേയം അസ്ത്രമുത്ക്ഷിപ്യ, ആഗ്നേയം എന്നു പേരുള്ള അസ്ത്രം കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തിഷ്ഠ തിഷ്ഠ ഇതി അബ്രവീത്, നിൽക്ക് നിൽക്ക് എന്ന്, അതായത് ഇങ്ങോട്ട് ആക്രമിക്കാനൊന്നും വരണ്ട, അതിലും വലിയ ആയുധങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പ്രയോഗിക്കാനിരിക്കുകയാണ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക, എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വസിഷ്ഠനെ പേടിപ്പിക്കാൻ തക്കവണ്ണം കയ്യിലുള്ളതായ ആഗ്നേയാസ്ത്രവും ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറഞ്ഞുകൊണ്ട് വസിഷ്ഠനോട് അങ്ങട് പറയാൻ തുടങ്ങി. വസിഷ്ഠനെ ആക്രമിക്കാനായിട്ടുള്ള പുറപ്പാടാണ്. അപ്പോൾ വസിഷ്ഠൻ അപ്പോഴും അതൊന്നും ശ്രദ്ധിക്കാതെ വിശ്വാമിത്രൻ്റെ സമീപത്തേക്ക് വരികയാണ്. ബ്രഹ്മദണ്ഡം സമുദ്യമ്യ കാലദണ്ഡമിവാപരം വസിഷ്ഠോ ഭഗവാൻ ക്രോധാത് ഇദം വചനമബ്രവീത്. അപരം കാലദണ്ഡമിവ ബ്രഹ്മദണ്ഡം സമുദ്യമ്യ, മറ്റൊരു കാലദണ്ഡം പോലെയുള്ളതായ, കാലൻ്റെ കയ്യിൽ വലിയൊരു ഗദ അല്ലെങ്കിൽ ദണ്ഡുണ്ട്, അത് പ്രയോഗിച്ചാൽ ആൾക്കാരൊക്കെ മരിച്ചു പോവും. കാലദണ്ഡം എന്ന് പറഞ്ഞാൽ അത്ര ശക്തമായിട്ടുള്ളൊരു ആയുധമാണ്. അതുപോലെ തന്നെയുള്ള ശക്തമായിട്ടുള്ളൊരു ആയുധമാണ് ഈ ബ്രഹ്മദണ്ഡവും. ആ ബ്രഹ്മദണ്ഡം കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സമുദ്യമ്യ എന്ന് പറഞ്ഞാൽ പൊക്കി പിടിച്ചുകൊണ്ട്, ഇപ്പോൾ അതുകൊണ്ട് അടിച്ചിട്ട് ഞാൻ വിശ്വാമിത്രൻ്റെ കഥ അവസാനിപ്പിക്കും എന്നുള്ളത് കാണിക്കാൻ എന്നുള്ള പോലെ ഈ ദണ്ഡും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് വസിഷ്ഠൻ. അങ്ങനെയുള്ള ഭഗവാൻ വസിഷ്ഠ ഭഗവാൻ ക്രോധാത് ഇതം വചനം അബ്രവീത്, ദേഷ്യപ്പെട്ടുകൊണ്ട് വിശ്വാമിത്രനോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നിൽക്കവിടെ എന്ന് പറഞ്ഞ് വസിഷ്ഠനെ തടയാൻ പുറപ്പെട്ടു വിശ്വാമിത്രൻ. ആ വിശ്വാമിത്രനെ പേടിപ്പിച്ചുകൊണ്ട് ദേഷ്യത്തോടു കൂടിയിട്ട് ഈ ദണ്ഡവും ഉയർത്തിക്കൊണ്ട് വസിഷ്ഠൻ അങ്ങട് പറയാൻ തുടങ്ങി. എന്താണ് പറയണത്? 3-ാമത്തെ ശ്ലോകം നോക്കാം. ക്ഷത്രബന്ധോ സ്ഥിതോസ്മ്യേഷ യദ്ബലം തദ്വിദർശയ നാശയാമ്യദ്യതേ ദർപ്പം ശസ്ത്രസ്യ തവ ഗാധിജ. ക്ഷത്രബന്ധോ സ്ഥിതോസ്മ്യേഷ യദ്ബലം തദ്വിദർശയ. അല്ലയോ ക്ഷത്രബന്ധോ എന്നുള്ളത് വിശ്വാമിത്രനെ വസിഷ്ഠൻ അഭിസംബോധന ചെയ്യാണ്. ക്ഷത്രബന്ധോ എന്നുള്ളത് കൊണ്ട് ശരിക്കുള്ള ക്ഷത്രിയനല്ല, ക്ഷത്രിയാധമ, അങ്ങ് എങ്ങനെയോ ഒരു ബന്ധമുണ്ടായിട്ട് അങ്ങനെ ക്ഷത്രിയനായി തീർന്നതാണ് എന്നുള്ള നിലയ്ക്കാണ് ക്ഷത്രബന്ധോ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ വിളിച്ചിട്ട് അസ്മി സ്ഥിതഃ ഏഷഃ സ്ഥിതഃ അസ്മി, ഞാനിവിടെ തന്നെ നിൽക്കുന്നുണ്ട്, നീ എന്ത് വേണമെങ്കിലും കാണിച്ചോ, നിന്നെ തകർക്കാൻ തക്കവണ്ണമുള്ള ആയുധങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നീ എന്താണ് ചെയ്യാൻ പുറപ്പെടുന്നത്? അല്ലയോ ക്ഷത്രിയാധമ. യത് ബലം തദ് വിദർശയ, നിന്റെ കയ്യിൽ എന്തൊക്കെയോ കുറെ ബലങ്ങളുണ്ട്, കുറെ ആയുധങ്ങളുണ്ട്, കുറെ അസ്ത്രങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുല്ലോ, അതൊക്കെ വിദർശയ എന്ന് പറഞ്ഞാൽ വിശേഷേണ ദർശയ, പ്രദർശയ എന്നുള്ള അർത്ഥത്തിലാണ്. എന്നുള്ളതിന് വിഗതം എന്നുള്ള അർത്ഥമല്ല, പ്രകർഷേണ നല്ലവണ്ണം എന്നുള്ള അർത്ഥത്തിലാണ്. നല്ലവണ്ണം ഒന്ന് കാണിച്ചു താ, നിന്റെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണട്ടെ. നാശയാമ്യദ്യതേ ദർപ്പം,
നിന്റെ അഹങ്കാരം ഞാൻ ഇന്ന് തീർത്തു തരുന്നുണ്ട്. എൻ്റെ ആശ്രമം മുഴുവനും നീ പലതരത്തിലുള്ള ആയുധ പ്രയോഗങ്ങളെ കൊണ്ട് നശിപ്പിച്ചു. എൻ്റെ ശിഷ്യന്മാരെ ഓടിച്ചു കളഞ്ഞു. മൃഗങ്ങളൊക്കെ വളർന്നു വരുന്നതായിട്ടുള്ള വളരെ പ്രശാന്ത സുന്ദരമായിട്ടുള്ള എൻ്റെ ആശ്രമത്തിനെ നീ നശിപ്പിച്ചു. അങ്ങനെയുള്ള നിന്റെ ദർപ്പവും നിന്റെ ആയുധങ്ങളുമൊക്കെ ഇന്ന് ഞാൻ നശിപ്പിച്ച് കാണിച്ചു തരാം. അതാണ് നാശയാമ്യദ്യ തേ ദർപ്പം നാശയാമി. അതുപോലെ തന്നെ ശസ്ത്രസ്യ തവ ഗാധിജ തവ ശസ്ത്രസ്യ ദർപ്പം ച. നിന്റെ ദർപ്പവും നിന്റെ ആയുധങ്ങളുടെ ദർപ്പവും ഞാൻ ഇന്ന് അവസാനിപ്പിച്ച് കാണിച്ചു തരാം. അല്ലയോ ഗാധിനന്ദന ക്ഷത്രിയാധമ, നിന്റെ അഹങ്കാരം ഞാൻ ഇന്ന് തീർക്കുന്നുണ്ട്. പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട് എന്നുള്ളൊരു അഹങ്കാരം നിന്റെ മനസ്സിലുണ്ടല്ലോ, അതൊക്കെ എൻ്റെ നേർക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള അഹങ്കാരം ഞാൻ ഇപ്പോൾ തീർത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വസിഷ്ഠൻ ക്ഷത്രിയാധമൻ എന്ന് വിളിച്ചുകൊണ്ട് വിശ്വാമിത്രനോട് പോരിനായിട്ട് ഒരുങ്ങുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം 4-ാമത്തെ ശ്ലോകം. ക്വചതേ ക്ഷത്രിയബലം ക്വച ബ്രഹ്മബലം മഹത് പശ്യ ബ്രഹ്മബലം ദിവ്യം മമ ക്ഷത്രിയപാംസന. ക്വചതേ ക്ഷത്രിയബലം, നീ ക്ഷത്രിയനാണ് എന്നുള്ളത് കൊണ്ടൊരു അഹങ്കാരം ഉണ്ട്, അതുപോലെ തന്നെ നിനക്കൊരു ബലം ഉണ്ടെന്ന് നീ വിചാരിക്കുന്നുണ്ട്. അതെവിടെ കിടക്കുന്നു? ക്വചതേ ക്ഷത്രിയബലം, ക്ഷത്രിയന്മാരുടെ ബലം അത് ഏറ്റവും ശക്തമാണെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതെവിടെ കിടക്കുന്നു? ക്വച മഹത് ബ്രഹ്മബലം, ബ്രഹ്മബലം എവിടെ കിടക്കുന്നു? ക്ഷത്രിയന്മാരുടെ ശക്തി എവിടെ കിടക്കുന്നു? ബ്രാഹ്മണരുടെ ശക്തി എവിടെ കിടക്കുന്നു? പശ്യ ബ്രഹ്മബലം ദിവ്യം, എൻ്റെ ബ്രഹ്മബലം എന്ന് പറയുന്നത് അത് ദിവ്യമായിട്ടുള്ള ബ്രഹ്മബലമാണ്. അത് നീ ഇപ്പോൾ കണ്ടോളൂ. പശ്യ ബ്രഹ്മബലം ദിവ്യം മമ ക്ഷത്രിയപാംസന. മമ ബ്രഹ്മബലം ദിവ്യം ബ്രഹ്മബലം ക്ഷത്രിയപാംസന പശ്യ. ക്ഷത്രിയന്മാർക്ക് മോശം വരുത്തുന്നവനെ, ക്ഷത്രിയന്മാരുടെ പേര് നശിപ്പിക്കുന്നവൻ, ക്ഷത്രിയ പാംസനൻ. അങ്ങനെയുള്ള വിശ്വാമിത്ര, നീ എല്ലാ ക്ഷത്രിയന്മാർക്കും ഒരു നാണക്കേടാണ്. ഒരാവശ്യവുമില്ലാതെ ബ്രാഹ്മണരുമായിട്ട്, പ്രത്യേകിച്ച് വസിഷ്ഠനെ പോലെയുള്ളൊരു ദിവ്യ ഋഷിയുമായിട്ട് ഏറ്റുമുട്ടാൻ പുറപ്പെട്ട് അങ്ങനെ ആശ്രമം മുഴുവനും തകർത്ത് നടക്കുന്ന അല്ലയോ ക്ഷത്രിയാധമ, എൻ്റെ ദിവ്യമായിട്ടുള്ള ബ്രഹ്മബലം നീ ഒന്ന് കണ്ടു നോക്ക് എന്ന് പറഞ്ഞ് യുദ്ധത്തിനായിട്ട്, വിശ്വാമിത്രനുമായിട്ട് യുദ്ധത്തിനായിട്ട് വസിഷ്ഠൻ പുറപ്പെടുകയാണ്. 5-ാമത്തെ ശ്ലോകം നോക്കാം. തസ്യാസ്ത്രം ഗാധിപുത്രസ്യ ഘോരമാഗ്നേയമുത്തമം ബ്രഹ്മദണ്ഡേന തച്ഛാന്തമഗ്നേർവേഗമിവാംഭസ. എന്നിട്ട് പറയാണ് തസ്യാസ്ത്രം ഗാധിപുത്രസ്യ, തസ്യ ഗാധിപുത്രസ്യ അസ്ത്രം. ആ ഗാധിപുത്രൻ്റെ, ഗാധിനന്ദനായിട്ടുള്ള വിശ്വാമിത്രൻ്റെ അസ്ത്രം ഉണ്ടല്ലോ, അത് ഘോരവുമാണ്, അതുപോലെ തന്നെ ഉത്തമമാണ്. അതിൻ്റെ പേരാണ് ആഗ്നേയം. അതാണല്ലോ ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. ആഗ്നേയാസ്ത്രം, ഏറ്റവും ഘോരമായിട്ടുള്ള അസ്ത്രം, അത് പ്രയോഗിക്കാനാണ് പുറപ്പെട്ടത്. ആ അസ്ത്രത്തിൻ്റെ ശക്തി മുഴുവനും വസിഷ്ഠൻ ഇല്ലാതെയാക്കി. അതാണ് ബ്രഹ്മദണ്ഡേന തച്ഛാന്തം അഗ്നേർ വേഗമിവാംഭസ. അഗ്നേഹേ വേഗം അംഭസ ഇവ ബ്രഹ്മദണ്ഡേന അഗ്നേയം ശാന്തം. വെള്ളം ഒഴുകി വരുമ്പോൾ, അല്ലെങ്കിൽ വെള്ളം തെളിച്ചാൽ എങ്ങനെയാണോ അഗ്നി കെട്ടുപോകുന്നത്, തീയ് ശമിക്കുന്നത്, അതുപോലെ എൻ്റെ ബ്രഹ്മദണ്ഡം കൊണ്ടുള്ള പ്രയോഗം അതൊന്ന് ഉയർത്തിക്കാണിച്ചാൽ മതി, ആഗ്നേയാസ്ത്രം കെട്ടുപോവും. ആഗ്നേയാസ്ത്രത്തിൻ്റെ ശക്തി മുഴുവനും ഇല്ലാതായിത്തീരും. അതുകൊണ്ട് അതൊന്നെടുത്ത് എൻ്റെ അടുത്തേക്ക് നീ വരാമെന്ന് വിചാരിക്കണ്ട. യുദ്ധമൊക്കെ നീ അവസാനിപ്പിച്ചോളൂ. നിന്റെ എല്ലാ ദർപ്പവും വലിയ ക്ഷത്രിയനാണ് എന്നും വില്ലാളി വീരനാണ് എന്നും പലതരത്തിലുള്ള അസ്ത്രവിദ്യകൾ അഭ്യസിച്ചിട്ടുണ്ട് എന്നുള്ള അഹങ്കാരങ്ങളൊക്കെ ഇപ്പോൾ തീർത്തു തരാം. എൻ്റെ ഈ ദണ്ഡിൻ്റെ പ്രയോഗം കൊണ്ട് നിന്റെ കയ്യിലിരിക്കുന്നതായ അഗ്നേയാസ്ത്രം ഇതാ തണുത്ത് കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ അഗ്നിയൊക്കെ കെട്ടുപോയിരിക്കുന്നു എന്നർത്ഥം. 6-ാമത്തെ ശ്ലോകം കൂടി ചൊല്ലാം. വാരുണം ചൈവ രൗദ്രം ച ഐന്ദ്രം പാശുപതം തഥാ ഐഷീകം ചാപി ജിക്ഷേപ കുപിതോ ഗാധിനന്ദന. ഇത് കേട്ട് ക്രുദ്ധനായിത്തീർന്ന ഗാധിനന്ദനൻ വിശ്വാമിത്രൻ പിന്നെയും പലതരത്തിലുള്ള അസ്ത്രങ്ങൾ വസിഷ്ഠന്റെ നേർക്ക് എയ്തു. വാരുണം, രൗദ്രം, ഐന്ദ്രം, പാശുപതം, ഐഷീകം, ഇങ്ങനെയുള്ള കുറച്ച് അസ്ത്രങ്ങൾ കൂടി വിശ്വാമിത്രൻ വസിഷ്ഠന്റെ നേർക്ക് പ്രയോഗിച്ചു. വാരുണം എന്ന് പറഞ്ഞാൽ വരുണ സംബന്ധിയായിട്ടുള്ള അസ്ത്രം,
രൗദ്രം രുദ്രസംബന്ധിയായിട്ടുള്ളത്, ഐന്ദ്രം ഇന്ദ്രസംബന്ധിയായിട്ടുള്ളത്, പാശുപതം പശുപതിയുമായിട്ട് ബന്ധപ്പെട്ടത്. പാശുപതാസ്ത്രത്തെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് കേട്ടിരിക്കുന്നത് അർജുനൻ തപസ് ചെയ്ത് ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ കയ്യിൽ നിന്നും നേടിയെടുത്തതായിട്ടുള്ള പാശുപതാസ്ത്രമാണ്. കാട്ടാളനും കാട്ടാളത്തിയായിട്ട് ഭഗവാനും ശ്രീപാർവതിയും വന്നിട്ട് കിരാതം എന്നുള്ള ആ ഒരു കഥയിൽ, കിരാതാർജുനീയം എന്നൊക്കെ പേരുള്ള കഥയിൽ ആ ഒരു ഇതാണ് പാശുപതാസ്ത്രം കൊടുക്കണ ഭാഗമാണ് വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് പാശുപതം എന്നുള്ള പേര് ധാരാളമായിട്ട് കേട്ടിരിക്കുന്നത്. ശിവസംബന്ധിയായിട്ടുള്ള മറ്റൊരു അസ്ത്രമാണ് പാശുപതം. അടുത്തത് ഐഷീകം. ഐഷീകത്തിന് എന്താണ് ആ പേര് വന്നതെന്ന് അറിയില്ല, അതിൻ്റെ ഒരു അസ്ത്രത്തിൻ്റെ ഒരു പേര് എന്ന് മാത്രം അതിൽ വർണ്ണിച്ചിട്ടുള്ളൂ. അങ്ങനെ 5-6 തരത്തിലുള്ളതായ അസ്ത്രങ്ങൾ. ആഗ്നേയാസ്ത്രം കെട്ടുപോയി, ഉപയോഗശൂന്യമായി എന്ന് കണ്ടപ്പോൾ വസിഷ്ഠന്റെ നേർക്ക് വിശ്വാമിത്രൻ ഈ പേരുള്ളതായ വാരുണം, രൗദ്രം, ഐന്ദ്രം, പാശുപതം, ഐഷീകം എന്നീ 5 അസ്ത്രങ്ങൾ കുപിതഃ ഗാധിനന്ദനഃ ചിക്ഷേപ. ക്രുദ്ധനായിട്ടുള്ള ഗാധിനന്ദനൻ വിശ്വാമിത്രൻ വസിഷ്ഠന്റെ നേർക്ക് പ്രയോഗിക്കുകയുണ്ടായി എന്നർത്ഥം. ഇനി വരാൻ പോണ ശ്ലോകങ്ങളിലൊക്കെ പലതരത്തിലുള്ളതായ അസ്ത്രങ്ങളുടെ പേരാണ്. അതൊക്കെ ഒരുമിച്ച് ഒരു ദിവസം നോക്കാം, അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലാം. ഏവമുക്തോ വസിഷ്ഠേന വിശ്വാമിത്രോ മഹാബല ആഗ്നേയമസ്ത്രമുത്ക്ഷിപ്യ തിഷ്ഠതിഷ്ഠേതി ചാബ്രവീത്. ബ്രഹ്മദണ്ഡം സമുദ്യമ്യ കാലദണ്ഡമിവാപരം വസിഷ്ഠോ ഭഗവാൻ ക്രോധാദിദം വചനമബ്രവീത്. ക്ഷത്രബന്ധോ സ്ഥിതോസ്മ്യേഷ യദ്ബലം തദ്വിദർശയ നാശയാമ്യദ്യതേ ദർപ്പം ശസ്ത്രസ്യ തവ ഗാധിജ. ക്വച തേ ക്ഷത്രിയബലം ക്വച ബ്രഹ്മബലം മഹത് പശ്യ ബ്രഹ്മബലം ദിവ്യം മമ ക്ഷത്രിയപാംസന. തസ്യാസ്ത്രം ഗാധിപുത്രസ്യ ഘോരമാഗ്നേയമുത്തമം ബ്രഹ്മദണ്ഡേന തച്ഛാന്തമഗ്നേർവേഗമിവാംഭസ. വാരുണം ചൈവ രൗദ്രം ച ഐന്ദ്രം പാശുപതം തഥാ ഐഷീകം ചാപി ചിക്ഷേപ കുപിതോ ഗാധിനന്ദന. ഇനി 7ാമത്തെ ശ്ലോകം മുതൽ മാനവം, മോഹനം തുടങ്ങിയിട്ടുള്ളതായ അസ്ത്രങ്ങളുടെ പേരുകളുടെ വർണ്ണനയാണ് അടുത്ത ദിവസത്തെ ശ്ലോകത്തിൽ കാണാം. ഇന്നത്തെ സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.